എൻ്റെ ആരോഗ്യത്തിൽ ഒരു ട്രാൻസ്ഫോർമേറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാക്കി. അതായത് ആരോഗ്യത്തെ അങ്ങോട്ട് മാറ്റിമറിച്ച രണ്ട് പ്രധാനപ്പെട്ട ഇൻ്റർവെൻഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. വേണമെങ്കിൽ എൻ്റെ ആരോഗ്യ അന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തു തന്നെയാണെങ്കിലും ഏകദേശം ഒരു 20 കിലോഗ്രാം ശരീരഭാരം കുറയ്ക്കുന്ന, പിന്നീട് നോക്കിയാൽ പല മണ്ടത്തരങ്ങളും അതിനകത്തുണ്ട്, കുറയ്ക്കുന്ന രീതിയിലുള്ള ചില സുപ്രധാനമായിട്ടുള്ള ചില ഇടപെടലുകൾ ഇന്നൊരു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള സയൻസ്, ആ സയൻസ് എന്നെ സംബന്ധിച്ച് വളരെ ത്രില്ലിങ്ങാണ്. ഈ സയൻസ് ആയിരിക്കും ഒരുപക്ഷെ ഈ രണ്ട് ഇൻ്റർവെൻഷൻസ് എന്താണ് എന്ന് അറിയുന്നതിൽ കൂടെ നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് എന്താണ് ആ ഇൻ്റർവെൻഷൻസ് നോക്കാം. എൻ്റെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കഥ കുറച്ച് പറയേണ്ടി വരും. 1991 ഞാൻ വെറ്ററിനറി സയൻസ് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഫിസിക്കൽ വെൽബീയിങ് ഒക്കെ തന്നെ നല്ല റോബസ്റ്റ് ആയിരുന്നു. ഒരു 75 കിലോഗ്രാം ഭാരം. അടുത്ത 10 വർഷം 1991 മുതൽ ഓൾമോസ്റ്റ് 2001-2002 വരെ ഞാൻ വളരെ ബിസി ആയിരുന്നു. കാരണം ഒരു വളരെ ബിസി ആയിട്ടുള്ളൊരു വെറ്ററിനറി പ്രാക്ടീസ് ഉണ്ടായിരുന്നു, മാരീഡായി, 2 കുട്ടികളുണ്ടായി. അത്തരത്തിലുള്ളൊരു വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഞാനങ്ങ് വളരെയധികം വളർന്നത് മുകളിലോട്ടല്ല, സൈഡിലോട്ടും മുമ്പിലോട്ടാണ് വളർന്നത്. എൻ്റെ ശരീരഭാരം 20 കിലോഗ്രാം വർദ്ധിച്ച് ഞാൻ 95-96 കിലോഗ്രാമിലോട്ടെത്തി. അതിനേക്കാൾ കൂടുതൽ എന്നെ വിഷമിപ്പിച്ചത് എൻ്റെ ലിപ്പിഡ് പ്രൊഫൈൽ വളരെയധികം വേരി ചെയ്തു. എൻ്റെ HbA1c കൂടാൻ തുടങ്ങി. മാത്രമല്ല എനിക്ക് നല്ലൊരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, കൊളസ്ട്രോൾ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. 2002 എനിക്ക് ആരോഗ്യത്തെ സംബന്ധിച്ചൊരു ഉൾവിളി ഉണ്ടായത്. അവിടെ നിന്നാണ് എൻ്റെ കഥ ആരംഭിക്കുന്നത്. ഞാൻ ആദ്യം വരുത്തിയ മാറ്റം എൻ്റെ ഭക്ഷണത്തിലാണ്. ഭക്ഷണത്തിൽ വരുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, ഒന്ന്, ആരോഗ്യം നേടണമെന്നുണ്ടെങ്കിൽ പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളും ധാരാളം കഴിക്കണം, അഥവാ സാലഡ് കഴിക്കണം. അതുവരെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന സാലഡ് കഴിപ്പ് എന്ന് പറയുന്നത് സാധാരണ വല്ല ബിരിയാണിയോ മറ്റോ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഉള്ളിയും തക്കാളിയും ചേർത്തിട്ടുള്ളൊരു സാലഡ് കഴിക്കും. അല്ലെങ്കിൽ വീട്ടിൽ തൈര് വളരെയധികം ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളരിക്കയും തക്കാളിയും ഇട്ട് ഉണ്ടാക്കി വെക്കുന്നൊരു സാലഡ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സാലഡ്. പക്ഷേ അന്ന് മുതൽ ഞാൻ ഉള്ളിയും തക്കാളിയും വെള്ളരിക്കയും ഒക്കെ അരിഞ്ഞ് യാതൊരു രുചിയുമില്ലാതെ, ഒരു വികാരവുമില്ലാതെ ഇഷ്ടംപോലെ സാലഡുകൾ കഴിക്കാൻ തുടങ്ങി. പിന്നീട് സാലഡിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ബുക്കുകൾ വാങ്ങി വളരെ രസകരമായി ടേസ്റ്റി ആയിട്ട് സാലഡ് ഉണ്ടാക്കാൻ പഠിച്ചു. പല നിറത്തിലുള്ള ക്യാപ്സിക്കവും ക്യാബേജും ബ്രൊക്കോളിയും ഒക്കെ ചേർത്തിട്ടുള്ള സാലഡുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പച്ചക്കറികൾ ഓർഗാനിക് സ്റ്റോറിൽ പോയി വാങ്ങിക്കാൻ തുടങ്ങി. എന്തിന്, ഞാനും വൈഫും കൂടി ഞങ്ങളുടെ വീടിൻ്റെ ടെറസിൽ നല്ലൊരു പച്ചക്കറി കൃഷി അങ്ങ് ആരംഭിക്കും. അത്തരത്തിൽ ഇഷ്ടം പോലെ സാലഡ് കഴിക്കുന്ന ഭക്ഷണക്രമം തുടങ്ങി. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, വെറ്ററിനറി കോളേജിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ അന്ന് കരുതിയിരുന്നത് ഇഷ്ടം പോലെ മുട്ടയും ഇറച്ചിയും പാലും കഴിക്കുമായിരുന്നു. ആരോഗ്യം ഉണ്ടാക്കാനും ശരീരഭാരം കുറയ്ക്കാനും തീരുമാനിച്ചപ്പോൾ ഞാനെടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനം, മുട്ടയുടെയും ഇറച്ചിയുടെയും പാലുൽപ്പന്നങ്ങളുടെ ഉപയോഗം കുത്തനെ കുറയ്ക്കുന്നു. മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഞാൻ വെജിറ്റേറിയൻ ആകാൻ വരെ ഞാൻ തീരുമാനിക്കും. എന്തായാലും ഈ ഒരു മാറ്റത്തിൽ കൂടി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ശരിക്കും പറഞ്ഞാൽ അന്ന് വളരെയധികം എക്സൈറ്റഡായിരുന്നു. കാരണം ഒരു 20 കിലോഗ്രാം 75 കിലോഗ്രാമിൽ ഞാൻ വീണ്ടും തിരിച്ചെത്തി വെറും 8 മാസം കൊണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ ശരീരത്തിൽ മൊത്തത്തിലുണ്ടായിരുന്ന ഒരു ഇൻഫ്ലമേറ്ററി ലുക്ക് ഉണ്ടായിരുന്നു. ആ ലുക്ക് അങ്ങ് മാറി. പടി കയറുമ്പോഴും നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഒരു കിതപ്പ് അതങ്ങ് മാറുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അതോടൊപ്പം തന്നെ നടക്കാനും തുടങ്ങി. ഞാൻ താമസിക്കുന്ന സിറ്റി ആയിട്ടുള്ള ട്രിവാൻഡ്രത്ത് ഇഷ്ടം പോലെ ഈ വാക്കിംഗ് ട്രാക്കുകളുണ്ട്. ഇവിടെ ഞാനും വൈഫും കൂടി രാവിലെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നടത്തവും ഈ സാലഡ് തീറ്റയും അതോടൊപ്പം തന്നെ മീറ്റിൻ്റെയും എഗ്ഗിൻ്റെയും ഫിഷിൻ്റെയൊക്കെ ഉപയോഗവും പൊരിച്ചതും വറുത്തതും ഒക്കെ കുറയ്ക്കുന്നതിൽ കൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിപ്പിച്ചെടുത്തത് ഏകദേശം 8-9 മാസം കൊണ്ട് 20 കിലോ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. ഈ ട്രാൻസ്ഫോർമേഷനെ ഒന്ന് സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് പ്ലസ്സും മൈനസും നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് എന്താണെന്ന് നോക്കാം. ഒന്ന്, ചോറും ദോശയും ഇഡ്ഡലിയും പൂരിയും ചപ്പാത്തിയും മീൻ വറുത്തതും ഇറച്ചിയും കുറച്ച് ദുശീലങ്ങളുമായിട്ടൊരു ഹൈ കാലറിയിൽ ജീവിച്ചിരുന്ന ഞാൻ ഈ ഭക്ഷണക്രമത്തിൽ കൂടെ വളരെയധികം കാലറിയുടെ ഇൻടേക്ക് ഞാൻ കുറച്ചു. അപ്പോൾ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു കാലറി റെസ്ട്രിക്റ്റഡ് ഡയറ്റിലോട്ട് മാറി. ഇതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ച് എൻ്റെ ലൈഫിലുണ്ടായി. കാരണം
ഒരുപക്ഷെ 10 വർഷത്തോളം എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ളതിൻ്റെ ഒരു 20, 30, 40% കൂടുതൽ കാലറി കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റിലോട്ട് മാറി. ഒരുപക്ഷെ അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം ഒരു ശരീരഭാരം കുറയ്ക്കുന്നതിന് എന്നെ ഹെൽപ്പ് ചെയ്തത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ രുചി ഇല്ലാതെ തുടങ്ങി, പിന്നെ രുചികരമായി, പിന്നെ ഫേവറേറ്റായിട്ട് മാറിയ ഒരു സാലഡ് ഇൻടേക്ക്. അതിൽ കൂടെ എൻ്റെ ആരോഗ്യത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം, ഞാൻ ഇഷ്ടം പോലെ ഫൈബർ കഴിക്കാൻ തുടങ്ങി. മിക്ക ആൾക്കാരെ സംബന്ധിച്ചും ഫൈബർ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഒഴിവാക്കാനായിട്ടുള്ളൊരു പോഷകവസ്തു മാത്രമാണ്. പക്ഷേ ഫൈബർ അത് മാത്രമല്ല. പലപ്പോഴും ആൾക്കാർ ഫൈബറിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോഴാണ്. ഫൈബറിനൊരു മൾട്ടിറ്റ്യൂഡ് ഓഫ് റോൾസ് നമ്മുടെ ഹെൽത്തിനകത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മളുടെ ദഹനവ്യൂഹത്തിലെ ഭക്ഷണത്തിൻ്റെ ഒരു മൊബിലിറ്റി, അതിൻ്റെ മൂവ്മെൻറ്റ് പൂർണ്ണമായും തീരുമാനിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രമാത്രം ഫൈബർ ഉണ്ടോ എന്നുള്ളതാണ്. വേണമെങ്കിൽ ദ ഫുഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ഫൈബർ, അല്ലെങ്കിൽ ഫുഡ് മൂവ്സ് ഓൺ ഫൈബർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ദഹന പ്രക്രിയ നടക്കണമെങ്കിൽ നമ്മൾക്ക് നല്ല ഫൈബർ ഇൻടേക്ക് ആവശ്യമാണ്. കണക്കുകൾ പറയുന്നത് ഒരു ഒരു 50 ഗ്രാം ഓഫ് ഫൈബർ പെർ ഡേ ആവശ്യമാണ്. അപ്പോൾ എൻ്റെ ഫൈബർ ഇൻടേക്ക് സാലഡിൽ കൂടി. ഈ ട്രാൻസ്ഫോർമേഷനിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ടൊരു മൈനസ് എന്താണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മൈനസ്, എനിക്ക് നഷ്ടപ്പെട്ട 20 കിലോയിൽ എനിക്ക് നഷ്ടപ്പെട്ടത് കൂടുതലും പേശികളായിരുന്നു. എനിക്ക് തോന്നുന്നു ആ 20 kgയിൽ അന്ന് ബോഡി കോമ്പോസിഷൻ അനാലിസിസോ ലീൻ മസിൽ മാസ് അസസ്മെൻറ്റോ അല്ലെങ്കിൽ സ്കെൽട്ടൽ മസിൽസ് അസസ്മെൻറ്റോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ പഴയ പല ചിത്രങ്ങളും നോക്കുമ്പോൾ എനിക്ക് 100% ഉറപ്പാണ്, എൻ്റെ ശരീരത്തിലെ പല പ്രധാനപ്പെട്ട പേശികളും എനിക്കന്ന് നഷ്ടപ്പെട്ടു. പേശികൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പേശികൾ നഷ്ടപ്പെടുന്നതിനെ വിളിക്കുന്നത്, അതും 35-40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെയധികം പേശികൾ നഷ്ടപ്പെടും. അതിനെ വിളിക്കുന്നത് സാർക്കോപീനിയ എന്നാണ്. നമ്മളുടെ ശരീരത്തിലെ പേശികൾക്ക് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ചലനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ മാത്രമാണെന്നാണ്. ഒരു ലോക്കോമോട്ടർ ഓർഗൻ മാത്രമല്ല. മസിൽസ് ആർ ദി ഓർഗൻസ് ഓഫ് ലോഞ്ചിവിറ്റി, മസിൽസ് ആർ ഓർഗൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി, ആൻഡ് മസിൽസ് ആർ ഓർഗൻസ് ഓഫ് മെറ്റബോളിസം. എന്തുകൊണ്ട് ആ സമയത്ത് എൻ്റെ ശരീരത്തിലെ പേശികൾ നഷ്ടപ്പെട്ടു എന്ന് ഇന്ന് നോക്കുമ്പോൾ എനിക്ക് വ്യക്തമാണ്. അന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം, എൻ്റെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ ഇൻടേക്ക് വളരെ കുറവായിരുന്നു. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ അടിസ്ഥാന നിർമ്മാണ വസ്തുവാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോശം, അവയവം മസിൽസാണ്. ഒരു കാലത്ത് വരെ, ഒരു 40 വർഷം മുമ്പ് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കിലോഗ്രാമിന് 1 ഗ്രാം പ്രോട്ടീൻ കഴിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഏറ്റവും പുതിയ പഠനങ്ങളും പുതിയ പരീക്ഷണങ്ങളും എല്ലാം പറയുന്നത് ഒരു 1.5 to 2.2 ഗ്രാം പെർ കിലോഗ്രാം. അതായത് നിങ്ങളുടെ ശരീരഭാരത്തിലെ ഓരോ കിലോഗ്രാമിനും 1.5 മുതൽ 2.2 ഗ്രാം വരെ പ്രോട്ടീൻ ദിവസവും കഴിക്കണം എന്നുള്ളതാണ്. പല ആൾക്കാർക്കും പ്രോട്ടീനെക്കുറിച്ചുള്ള ഭയം ഒരിക്കലും മാറാറില്ല. എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഞാൻ പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രോട്ടീൻ ഇപ്പോഴും ആൾക്കാർക്ക് ഭയമാണ്. പ്രത്യേകിച്ചും പ്രായം ഒന്ന് കൂടിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ മൂലമുണ്ടാകുന്ന കരൾ രോഗങ്ങളെക്കുറിച്ചും കിഡ്നി രോഗങ്ങളെക്കുറിച്ചും ക്യാൻസറിനെക്കുറിച്ചൊക്കെ ആൾക്കാർ അനാവശ്യമായി വേവലാതിപ്പെടുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രായം കൂടുന്തോറും, ഒരു 35-40 വയസ്സ് കഴിയുന്തോറും നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ട് പേശികൾ നിർമ്മിക്കാനുള്ള കഴിവ് വീണ്ടും കുറയാണ് ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്നത് അനബോളിക് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രായം കൂടുന്തോറും ഒരുപക്ഷെ നിങ്ങളൊരു 25-30 വയസ്സ് വരെ ഒരു ദിവസം ഒരു 50 ഗ്രാം പ്രോട്ടീനാണ് കഴിക്കുന്നതെങ്കിൽ, ഈ 50 ഗ്രാം പ്രോട്ടീൻ കൊണ്ട് നിങ്ങൾക്ക് പേശികൾ ഉണ്ടാക്കാനുള്ള കഴിവിൻ്റെ ഒരു 25-30% മാത്രമേ ഉണ്ടാവുള്ളൂ 50ാമത്തെ വയസ്സിൽ. ഇതിനാണ് അനബോളിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് പ്രായം കൂടുന്നതും നമുക്ക് പ്രോട്ടീൻ്റെ ആവശ്യകത കൂടിയാണ് വരുന്നത്. ആരോഗ്യം മെച്ചപ്പെടുത്താൻ താല്പര്യപ്പെടുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മാജിക് ന്യൂട്രിയൻ എന്ന് പറയുന്നത്, ഒന്ന് പ്രോട്ടീനും മറ്റത് ഫൈബറുമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇൻ്റർവെൻഷൻ 2002 നവംബറിലാണ്. അത് തുടക്കം ഒരു ബുക്കിൽ നിന്നാണ്. ഞാനൊരു ബുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഈ ബുക്കാണ് എൻ്റെ ഒരു തുടക്കം. ഇതിൻ്റെ ടൈറ്റിലാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത്. ടൈറ്റിൽ 8 minutes ഇൻ ദ മോർണിംഗ് എന്നായിരുന്നു. വെറും 8 മിനിറ്റ് മാത്രം ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു എക്സസൈസിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നൊരു ബുക്കാണ്. എൻ്റെ ഓഥറുടെ പേര് ജോർജ് ക്രൂസ് എന്നാണ്.
ഈ ടൈറ്റിൽ എന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തു. ഞാൻ ഈ ബുക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. പിന്നീട് ഞാൻ ചെയ്തത് ഈ ബുക്കിൽ 8 മിനിറ്റ് മാത്രം ഒരു ദിവസം സ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നൊരു വ്യായാമ രീതികൾ എൻ്റെ വീട്ടിൽ ഞാൻ തുടങ്ങി. ഞാൻ സംഘടിപ്പിച്ചത് ഒരു 5 kgൻ്റെയും 3 kgൻ്റെയും കാസ്റ്റ് ചെയ്യേണ്ട 2 ഡംബൽ സംഘടിപ്പിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ എക്സസൈസിനുള്ള പ്രോപ്പർട്ടീസിൻ്റെ ശേഖരത്തിലെ വളരെ ആക്റ്റീവായിട്ടുള്ള 2 പ്രോപ്പർട്ടീസാണ് 5 kgൻ്റെയും 3 kgൻ്റെയും കാസ്റ്റ് ചെയ്യേണ്ട ഡംബൽസ്. 5 kg എനിക്കും 3 kg വൈഫിനും. ഒരു റെസിസ്റ്റൻസ് ട്യൂബ് വളരെ കഷ്ടപ്പെട്ട് അന്ന് എവിടെ നിന്നോ ഞാൻ സംഘടിപ്പിക്കുന്നു. ഒരു യോഗ മാറ്റ് മേടിക്കുന്നു. ഒരു പുഷപ്സിന് പറ്റുന്ന ഒരു ഹാൻഡിൽസും മേടിക്കും. ഇത് വെച്ചുകൊണ്ട് രാവിലെ ഒരു 8 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ പതുക്കെ എക്സസൈസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് എക്സസൈസ് എന്നെ സംബന്ധിച്ച് പതുക്കെ ഒരു ഹരമായി മാറി, ഒരു ഭ്രമമായി മാറി, അതൊരു വലിയൊരു ആവേശമായിട്ട് മാറി. ഇതൊരു വളരെ വലിയൊരു ചേഞ്ച് എൻ്റെ ജീവിതത്തിലുണ്ടാക്കി. പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, യാത്രകൾ പോകുമ്പോഴും കാറിലൊക്കെ സഞ്ചരിക്കുമ്പോഴും എൻ്റെ ഡിക്കിയിൽ കുലുങ്ങുന്ന ഡംബലുകളുണ്ടാവും. പല സന്ദർഭങ്ങളിലും പല സുഹൃത്തുക്കളും കളിയാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡംബൽസും യോഗ മാറ്റും റെസിസ്റ്റൻസ് ട്യൂബും കൊണ്ടാണ് ഞാൻ പലപ്പോഴും യാത്ര ചെയ്തത്. അവിടെ നിന്ന് തുടങ്ങിയ എൻ്റെ ഒരു മസിൽ ബിൽഡിംഗ് ആക്ടിവിറ്റി, എക്സസൈസ് റുട്ടീൻ ഇന്ന് ഒരു 23 വർഷം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ വളരെ സയൻറ്റിഫിക്കലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു എക്സസൈസ് റൂട്ടീനിലോട്ട് എനിക്ക് മൂവ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് എൻ്റെ ശരീരഭാരത്തിനേക്കാൾ കൂടുതൽ ഓൾമോസ്റ്റ് ഒരു 85 to 90 kg ബാർബൽ സ്ക്വാട്ട് സെറ്റ്സ് എനിക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട്. ഒരു 75% ഓഫ് മൈ ബോഡി വെയ്റ്റ്, ശരീരഭാരത്തിൻ്റെ 75% ചെസ്റ്റ് പ്രസ് ചെയ്യാൻ സാധിക്കാറുണ്ട്. 100 കിലോയ്ക്ക് മുകളിൽ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു മസിൽ സ്ട്രെങ്തും മസിൽ മാസും ബിൽഡ് ചെയ്തു. അതുപോലെ തന്നെ ഫാർമേഴ്സ് ക്യാരി, അതായത് നമ്മളുടെ 2 വെയ്റ്റുകൾ തൂക്കിക്കൊണ്ട് നടക്കുന്നത്, എൻ്റെ ശരീരഭാരത്തിൻ്റെ ഒരു 70%ഓളം ഫാർമേഴ്സ് ക്യാരി എനിക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട്. 2 മിനിറ്റ് ഡെഡ് ലിഫ്റ്റ് നിൽക്കുന്നവരെ എനിക്ക് എത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ആഴ്ചയിൽ 3 ദിവസം സോൺ 2 എക്സസൈസുകൾ ചെയ്യാറുണ്ട്. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യാറുണ്ട്. എൻ്റെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും സ്റ്റെബിലിറ്റിയും ബാലൻസ് കൂട്ടാൻ വേണ്ടി കുറച്ച് സമയം യോഗയ്ക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. അത്തരത്തിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ എക്സസൈസിനെ കുറിച്ച് പഠിച്ച് അത് ഹെൽത്തിലൊരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ടൂളായിട്ട് മാറി. സോ ഒരു ഇൻ്റർവെൻഷൻ ഒരുപക്ഷെ ശരീരഭാരം കുറയ്ക്കാനായിരുന്നുണ്ടെങ്കിൽ ഇന്ന് എക്സസൈസ് എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു പ്രോ ലോഞ്ചിവിറ്റി ടൂൾ എന്ന് പറയുന്നത് എക്സസൈസാണ്. ഭക്ഷണത്തെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും വളരെയധികം വിശദീകരിച്ചും ശാസ്ത്രീയമായും വിശകലനം ചെയ്തും സങ്കീർണമായ രീതിയിൽ എത്രമാത്രം സയൻസ് വേണമെങ്കിലും എനിക്ക് സംസാരിക്കാം. പക്ഷേ എൻ്റെ 25 വർഷത്തെ എൻ്റെ ആരോഗ്യ യാത്രയിൽ നിന്ന് ഞാനിപ്പോൾ സംസാരിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നെന്നും വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന്, കാലറി കുറഞ്ഞ ആവശ്യമായ അളവിൽ ഒപ്റ്റിമൽ ലെവലിൽ പ്രോട്ടീൻ ഇൻടേക്കോട് കൂടിയ നല്ല ഫൈബറുള്ള ഭക്ഷണം തന്നെയാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഇന്ന് ആവശ്യമായിട്ടുള്ളത്. 2, പേശികളെ നിലനിർത്തുന്ന രീതിയിൽ ഒരു ഓർഗൻ ഓഫ് ലോഞ്ചിവിറ്റി എന്ന് കണ്ട് തന്നെ പേശികളെ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ യു ഹാവ് ടു സ്റ്റാർട്ട് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്. ഇത് രണ്ടും തന്നെയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന 2 പ്രധാനപ്പെട്ട ഇൻ്റർവെൻഷൻസ്.